Morning students, welcome to online class of AET. Today we are going to discuss about transmission and reflection coefficients of a transmission line. ഓക്കെ, ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ എപ്പോഴും നമുക്കുള്ളത് ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. സോഴ്സ് എപ്പോഴും ഒരു സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഫർമേഷനെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ, പെയർ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഒരു വെയർ ട്രാൻസ്മിഷൻ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ലോഡിലെത്തിക്കുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന 3 ഇമ്പിഡൻസ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, രണ്ടാമത്തത് ലോഡ് ഇമ്പിഡൻസ്. ഓക്കെ, അപ്പോൾ ലോഡ് ഇമ്പിഡൻസിനെ യൂഷ്വലി ZL വെച്ചോ അല്ലെങ്കിൽ ZR വെച്ചോ, റിസീവർ എന്നുള്ള രീതിയിൽ ZR വെച്ചോ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇമ്പിഡൻസ് ഓഫ് ദ പാത്തിനെ നമുക്ക് ഇൻപുട്ട് സെക്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ അതിനെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയാം. അതുകൂടാതെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറയുന്ന Z0 ഉണ്ട്. അപ്പം ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് Z0 ഈക്വൽ ടു ഇമ്പിഡൻസ് ഓഫ് ദ ലോഡ് ZR ആണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ സോഴ്സിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന എല്ലാ സിഗ്നലിനെയും റിസീവർ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യും. ഓക്കെ, നിങ്ങളിപ്പോൾ സെൻഡ് ചെയ്യുന്ന സിഗ്നൽ V പ്ലസ് ഇൻറ്റു (e⁻⁻⁻Z V പ്ലസ് ഇൻറ്റു (e⁻⁻⁻Z എന്ന് പറയുന്ന ഒരു സിഗ്നലിനെയാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ സിഗ്നലിന് ട്രാവൽ ചെയ്ത് റിസീവറിലെത്തുമ്പം റിസീവറിൻ്റെ ഇമ്പിഡൻസ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആയിട്ടുള്ള Z0യ്ക്ക് ഈക്വൽ ആകുമ്പോൾ, when ZR is equal to Z0, all the power from the transmitter is absorbed by the receiver. എല്ലാ പവറിനെയും റിസീവർ അബ്സോർബ് ചെയ്യും. പക്ഷേ വെനെവർ ദ ലോഡ് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്, ഈ ZR എന്ന് പറയുന്ന ഇമ്പിഡൻസ് Z0യ്ക്ക് ഈക്വൽ ആവാത്തപ്പം ഈ സോഴ്സിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സിഗ്നലിനെ റിസീവർ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യത്തില്ല. എ പാർട്ട് ഓഫ് ദ ഇൻകമിങ് സിഗ്നൽ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സോഴ്സ് അഗെയിൻ. ഈ സോഴ്സിലോട്ട് തന്നെ തിരിച്ച് പറഞ്ഞു വിടും. ആ സിഗ്നലിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് വേവ്. റിഫ്ലക്റ്റഡ് വേവ് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ V മൈനസ് ഇൻറ്റു (e⁻⁻⁻Z. അപ്പം ഒരു പാത്തിൽ 2 വേവ്സിൻ്റെ പ്രസൻസ് കാണും. ഒന്ന് ഫോർവേഡ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള മുമ്പോട്ട് പോകുന്ന ഇൻസിഡൻറ്റ് വേവിൻ്റെയും രണ്ടാമത്തത് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് വേവിൻ്റെയും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വോൾട്ടേജ് അറ്റ് എനി ഇൻസിഡൻറ്റ് പോയിൻറ്റ് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ, ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റ് Z എന്ന് പറയുന്ന ഒരു പോയിൻറ്റിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 2 പേരുടെയും കൂടി സമ്മായിരിക്കും, റിഫ്ലക്റ്റഡ് വേവ് പ്ലസ് ഇൻസിഡൻറ്റ് വേവ്. ഇനി ഫിസിക്കലി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വേവ് പോസിറ്റീവ് X ഡയറക്ഷനിൽ മുമ്പോട്ട് ട്രാവൽ ചെയ്യുന്നു. അതേ ആംപ്ലിറ്റ്യൂഡിലും അതേ ഫ്രീക്വൻസിയിലും മറ്റൊരു വേവ് തിരിച്ച് (Z ഡയറക്ഷനിൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഒരാൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും മറ്റേയാൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ട്രാവൽ ചെയ്യുന്നു. 2 പേരുടെയും ആംപ്ലിറ്റ്യൂഡും ഫീച്ചേഴ്സും ഏകദേശം സെയിം ആയിരിക്കും. അത് കാരണം എന്ത് ചെയ്യും? gives the appearance that a particular wave is said to be standing. അപ്പോൾ ഒരു വേവ് ആക്ച്വലി കൺസ്റ്റിറ്റ്യൂട്ടിങ് റിഫ്ലക്റ്റഡ് വേവ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവ്, റിഫ്ലക്റ്റഡ് വേവും ട്രാൻസ്മിറ്റഡ് വേവും കൂടിയുള്ള ചേർന്നുകൊണ്ട് ഒരു പുതിയ വേവ് ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാവുകയും ആ വേവ് നമുക്ക് എന്ത് പ്രതീതി തരും? അത് മൂവ് ചെയ്യുന്നില്ല, സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെന്ന്. ആക്ച്വലി അത് സ്റ്റേബിൾ അല്ല, അത് മൂവ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2 പേരുണ്ട്. ഒന്ന് ഫോർവേഡ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് വേവും രണ്ടാമത്തത് ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് വേവ്. 2 പേരുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിമും ഡയറക്ഷൻ ഓപ്പോസിറ്റും ആകുമ്പോഴാണ് ദീസ് 2 വേവ്സ് ഗിവ്സ് ദ അപ്പിയറൻസ് ഓഫ് എ സ്റ്റേഷനറി വേവ്. ആൻഡ് ദിസ് സ്റ്റേഷനറി വേവ് ഈസ് കോൾഡ് സ്റ്റാൻഡിങ് വേവ്. ഈ വേവിന് പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡിങ് വേവിനകത്ത് ആരൊക്കെയുണ്ട്? മുമ്പോട്ട് പോകുന്ന ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റ് ചെയ്യുന്ന ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് വേവും ഉണ്ട്. ദീസ് 2 വേവ്സ് ഗിവ്സ് ദ അപ്പിയറൻസ് ഓഫ് എ സ്റ്റാൻഡിങ് വേവ് ആൻഡ് ദിസ് സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ് പാറ്റേൺ ഈസ് കോൾഡ് സ്റ്റാൻഡിങ് വേവ്. ഇതിനെയാണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡിങ് വേവിന് മിനിമം വോൾട്ടേജും ഉണ്ടായിരിക്കും, മാക്സിമം വോൾട്ടേജും ഉണ്ടായിരിക്കും. ആ മാക്സിമം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ മിനിമം വോൾട്ടേജ് കിട്ടുന്നതാണ് അതിൻ്റെ VSWR. VSWR എന്ന് വെച്ചാൽ വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഈസ് ഈക്വൽ ടു Vmax ഡിവൈഡഡ് ബൈ V minimum.
അതുപോലെ പുതിയൊരു ടേം നമ്മൾ പറയുവാണ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ്. റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ടു ദ വോൾട്ടേജ് ഓഫ് ഇൻസിഡൻറ്റ് വേവ്. ഈ റിഫ്ലക്റ്റഡ് വേവിൻ്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് വേവിൻ്റെ വോൾട്ടേജ്. അപ്പോൾ റിഫ്ലക്റ്റഡ് വേവ് എന്ന് പറയുമ്പോൾ വി മൈനസ് ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് ആണ്. ഇനി വി പ്ലസിനും വി മൈനസിനും നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1/2 ഇൻറ്റു വി ആർ പ്ലസ് ഇസഡ് സീറോ ഐ ആർ ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഗാമ ഇസഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല ടെക്സ്റ്റിനകത്തും ഈ ആറിന് പകരം എല്ല് കാണും. കാരണം ആറ് റെപ്രസെൻറ്റ് ചെയ്യുന്ന റിസീവറിനെയും എല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലോഡിനെയാണ്. രണ്ടും സെയിം ആണ്. ഇനി വി മൈനസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു വി ആർ അവിടെ മൈനസ് വി സീറോ ഐ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. അപ്പോൾ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ എന്ന് പറയുമ്പോൾ വി പ്ലസിനും വി മൈനസിനും പകരം ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പം കോമൺ ആയിട്ടുള്ള 1/2 ഡിവൈഡ് ചെയ്ത് പോകും. ഇൻറ്റു എന്താണ് ഓൾറെഡി ഉള്ള ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഗാമ ഇസഡ് വരുമ്പം മൈനസ് ഗാമ ഇസഡ് പ്ലസ് ഇസഡ് പ്ലസ് ഗാമ ഇസഡ് വരുമ്പോൾ അവിടെ ഇ റേസ് ടു 0 ആവും. താഴെ ഇ റേസ് ടു പ്ലസ് ഗാമ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് എന്ന് പറയുമ്പം ഇ റേസ് ടു ഗാമ ഇസഡ് മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ് അതും 0 ആവും. അപ്പോൾ ഇ റേസ് ടു 0 ഡിവൈഡ് ബൈ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ടേം എല്ലാം പോകും. അപ്പോൾ ബാക്കി അവശേഷിക്കുന്നത് എന്താ വി ആർ മൈനസ് ഇസഡ് സീറോ ഐ ആർ ഡിവൈഡഡ് ബൈ വി ആർ പ്ലസ് ഇസഡ് സീറോ ഐ ആർ. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഐ ആർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ആർ ഡിവൈഡഡ് ബൈ ഐ ആർ പ്ലസ് ഇസഡ് സീറോ ഡിവൈഡഡ് ബൈ വി ആർ ഡിവൈഡഡ് ബൈ ഐ ആർ മൈനസ് Z0. Therefore, reflection coefficient is equal to ZR minus Z0 divided by ZR plus Z0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നിർബന്ധമായിട്ടും പഠിക്കണം. ZR മൈനസ് Z0 ഡിവൈഡഡ് ബൈ ZR പ്ലസ് Z0. അതല്ലെങ്കിൽ ഈ ആറിന് പകരം റിസീവറിന് പകരം ലോഡ് എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഈ എക്സ്പ്രഷന് നിങ്ങൾക്ക് ZL മൈനസ് Z0 ഡിവൈഡഡ് ബൈ ZL പ്ലസ് Z0 എന്ന് പറയാം. രണ്ടും സെയിം തന്നെയാണ്. ഇനി ലൈൻ ഷോർട്ട് സർക്യൂട്ടഡ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ലോഡില്ല, അവിടെ എന്താണ് ഷോർട്ട് സർക്യൂട്ടഡ് ആണെങ്കിൽ ZR 0 ആണ്. അപ്പോൾ 0 മൈനസ് Z0 ഡിവൈഡഡ് ബൈ 0 പ്ലസ് Z0 മൈനസ് 1 വരും. ഇനി ലൈൻ ഓപ്പൺ സർക്യൂട്ടഡ് ആണെങ്കിൽ ZR ഈസ് ഈക്വൽ ടു ഇൻഫൈനൈറ്റ് ആവും. ഇൻഫൈനൈറ്റ് ഡിവൈഡ് ബൈ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി when the line is terminated with impedance which is equal to എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പഡൻസ് ആണ്. അതായത് ZR ഇസ് ഈക്വൽ ടു Z0 ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. നോക്കിക്കേ, ഇതാണ് ഒരു സ്റ്റാൻഡിങ് വേവ്. നോക്കിക്കേ, ജസ്റ്റ് ഒരു സൈൻ വേവ് വരയ്ക്കുക, വോൾട്ടേജും കാണിക്കുക, ഒരിടത്ത് കറണ്ടും കാണിക്കുക. അപ്പോൾ വോൾട്ടേജ് മാക്സിമം വരുന്ന പോയിൻറ്റിൽ കറണ്ട് മിനിമം വരയ്ക്കുക, കറണ്ട് മിനിമം വരുന്ന പോയിൻറ്റിൽ വോൾട്ടേജ് മാക്സിമം വരയ്ക്കുക. അതാണ് നമ്മുടെ സ്റ്റാൻഡിങ് വേവ്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മളൊരു സ്റ്റാൻഡിങ് വേവിനെ വരച്ചിട്ടുണ്ട്. ആ ഫിഗർ എടുത്ത് വരച്ചാലും മതി, ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ ഒരു AM വേവ് പോലത്തെ ഒരു വേവ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വേവ് എടുത്താലും മതി. അപ്പോൾ ഐഡിയ മനസ്സിലാക്കുക. അതായത് ലോഡിൻ്റെ ഇമ്പഡൻസ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പഡൻസിന് ഈക്വൽ ആവാത്തപ്പം സോഴ്സിൽ നിന്ന് ലോഡിലോട്ട് പോകുന്ന സിഗ്നലിനെ പൂർണ്ണമായിട്ടും ലോഡ് അബ്സോർബ് ചെയ്യത്തില്ല, മറിച്ച് അതിൻ്റെ ഒരു പാർട്ടിനെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ട്രാൻസ്മിഷൻ ലൈനിൽ 2 വേവ് അപ്പിയർ ചെയ്യും. ഒന്ന് ഫോർവേഡ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള മുമ്പോട്ട് പോകുന്ന ഇൻസിഡൻറ്റ് വേവും, രണ്ടാമത്തത് റിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള റിഫ്ലക്റ്റഡ് വേവും. ഈ ഇൻസിഡൻറ്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഏകദേശം സെയിം ഫീച്ചേഴ്സ് ഉള്ളതാണ്. സെയിം ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം അവരുടെ എന്താണ് സെയിം ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്ത്തും ഒക്കെയാണ്. അത് കാരണം എന്ത് ചെയ്യും? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ദേ ഗീവ് ദ അപ്പിയറൻസ് ഓഫ് എ സ്റ്റേഷനറി വേവ് പാറ്റേൺ. ഒരു സ്റ്റേഷനറി വേവ് പാറ്റേണിൻ്റെ അപ്പിയറൻസ് തരും. ആ സ്റ്റേഷനറി വേവ് പാറ്റേണിൻ്റെ അപ്പിയറൻസിന് പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ് എന്നും അതിൻ്റെ വോൾട്ടേജ് മാക്സിമം ഡിവൈഡഡ് ബൈ വോൾട്ടേജ് മിനിമം ആണ് VSWR. ഇനി സ്റ്റാൻഡിങ് വേവ് റേഷ്യോയുടെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഈസ് ഈക്വൽ ടു വി മാക്സ് ഡിവൈഡഡ് ബൈ വി മിനിമം. വി മാക്സിൻ്റെ എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. വി പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് വി മൈനസ് ഇ റേസ് ടു ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ വി പ്ലസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് മൈനസ് വി മൈനസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് വി മൈനസ് ഇസ് ഈക്വൽ ടു എന്താണ്? റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് ഇൻറ്റു വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ഗാമ ഇസഡ് എന്ന് ഇട്ട് കൊടുക്കണം. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റിൻ്റെ എക്സ്പ്രഷൻ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് ഇസ് ഈക്വൽ ടു വി പ്ലസ് ഡിവൈഡഡ് ബൈ വി മൈനസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു പ്ലസ് ഗാമ ഇസഡ് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഡെറിവേഷൻ. അതിനകത്തുനിന്ന് ഇ റേസ് ടു ദ ടേമിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നിട്ട് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. അത് തൽക്കാലം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതണ്ട. ഈ എക്സ്പ്രഷൻ നമുക്ക് കാണാതെ പഠിച്ചാൽ മതി. വി മൈനസ് ഇസ് ഈക്വൽ ടു റിഫ്ലക്ഷൻ കോയിഫിഷ്യൻറ്റ് ഇൻറ്റു വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ഗാമ ഇസഡ്. ഓക്കെ.
ഇനിയും ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ ഇൻറ്റു വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് മൈനസ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ ഇൻറ്റു വി പ്ലസ് ഇ റേസ് ടു മൈനസ് 2 ഗാമ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു ഗാമ ഇസഡ്. ഓക്കെ, ഇത് വേറൊരു ഡെറിവേഷനാണ്. അതായത് വി മൈനസ് ഇസ് ഈക്വൽ ടു റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ ഇൻറ്റു വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ഗാമ ഇസഡ് എന്ന് പറയുന്നത് വേറെ ഒരു കുഞ്ഞു ഡെറിവേഷനാണ്. ഞാൻ ഈ ഡെറിവേഷൻ ലെങ്തി ആക്കാതിരിക്കാൻ ഡയറക്റ്റായിട്ട് അതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അഥവാ അത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ആ ഡെറിവേഷൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഓക്കെ, ഇനി എസ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പ്ലസ് എങ്ങനെ വരും റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ഇൻറ്റു വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് ഡിവൈഡഡ് ബൈ അതായത് മൈനസ് 2 ഗാമ ഇസഡ് പ്ലസ് ഗാമ ഇസഡ് അങ്ങനെയാണ് മൈനസ് ഗാമ ഇസഡ് വരുന്നത് കേട്ടോ. അതായത് രണ്ട് ടേം ഉണ്ട്. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഈ റേസ് ടു ഉള്ള ടേമും കൂടെ രണ്ടും കൂടെ തമ്മിൽ ആഡ് ചെയ്ത് വേണം. ഇവിടെ ഈ റേസ് ടു ഏതൊക്കെ ടേമാണ് ഉള്ളത്? മൈനസ് 2 ഗാമ ഇസഡും ഗാമ ഇസഡും ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 ഗാമ ഇസഡ് പ്ലസ് ഗാമ ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ഇസഡ്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് മാത്രമായത്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് മൈനസ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ ഇൻറ്റു വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. ഈ 4 ടേമിൽ നിന്നും വി പ്ലസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് പുറത്തെടുക്കണം. ക്യാൻസൽ ചെയ്യുമ്പം എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ. ഇതും ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വി എസ് ഡബ്ല്യു ആർ ആൻഡ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്ന്. അപ്പം ഇത് വേണം പറയാൻ. ഇനി ഒരു എക്സ്ട്രാ ഒരു ടേമും കൂടെ പറയുവാണ്. കറണ്ട് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് മാക്സിമം ഡിവൈഡഡ് ബൈ കറണ്ട് മിനിമം. അതിനത്ര വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതോടുകൂടി 4th മൊഡ്യൂൾ തീരുവാണ്. വളരെ ചെറിയ മൊഡ്യൂളാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ മൊഡ്യൂളാണ്. അതുകൊണ്ട് 4th മൊഡ്യൂൾ ഇപ്പോൾ തന്നിട്ടുള്ള എല്ലാ വീഡിയോസും കയറി നോക്കിയതിന് ശേഷം നാളെ ഫസ്റ്റ് അവർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നും കൂടെ എക്സാം ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് 6 മണി തൊട്ട് 7 മണി വരെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് 7 മണി തൊട്ട് 8 മണി വരെ വീഡിയോ കണ്ട് അത് കഴിഞ്ഞ് 8 മണി തൊട്ട് 9 മണി വരെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് 9 മണിക്ക് നാളെ ഫസ്റ്റ് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓൺലൈൻ ആയിരിക്കും. ഇതിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് പേരെടുത്ത് ചോദിക്കും. അതുകൊണ്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, 3-4 വീഡിയോസ് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം കയറി നോക്കുക. 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ 4 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 3ാമത്തെ മൊഡ്യൂളിൻ്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്, 4ാമത്തെ മൊഡ്യൂളിൻ്റെയും പ്രോബ്ലം ചെയ്യാനുണ്ട്. അതുകൂടാതെ 2 മൊഡ്യൂളും കൂടിയുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് പോർഷൻസ് തീർക്കാം. എന്തെങ്കിലും സംശയങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പേഴ്സണലി വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് കാര്യം കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.